എന്നും രാവിലെ ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്നൊരു കലാപരിപാടിയായത്. ഞാൻ ഇച്ചിരി നേരത്തെ എഴുന്നേക്കും, കാരണം എനിക്ക് 7:30 സ്കൂളിൽ പോകണം. കൊച്ചിൻ്റെ സ്കൂൾ തൊട്ടടുത്തായതുകൊണ്ട് അവൾ കുറച്ച് ലേറ്റായിട്ടേ എഴുന്നേക്കുള്ളൂ. എങ്ങാനും ഞാൻ വിളിക്കാനെങ്ങാനും ശ്രമിച്ചാൽ തീർന്ന്, അറിയാമല്ലോ, അവൻ ഇങ്ങനെ കുറച്ചുകൂടി നമ്മുടെ നേരെ ചാടും. അവളെ ഉറങ്ങിക്കിടക്കുമ്പം അവളെ ഡിസ്റ്റർബ് ചെയ്യാൻ ഇവൻ ആരെയും സമ്മതിക്കത്തില്ല. പക്ഷേ അവനാകാം കേട്ടോ. ഞാൻ എഴുന്നേറ്റ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ അടുത്ത ശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ എങ്ങനെയും എഴുന്നേൽപ്പിക്കുക. വെറുതെ പോയി അവിടെ ദേഹത്തോട്ട് ചാടി കയറി മുടിയിലൊക്കെ പിടിച്ച് വലിക്കും. മുടിയിൽ പിടിച്ച് വലിക്കുന്നതാണ് അവൻ്റെ മെയിൻ പരിപാടി. കാരണം അവൻ അതേ പിടുത്തം കിട്ടുള്ളൂ. ഇവൾ കംപ്ലീറ്റ് ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുന്നുണ്ട്. അങ്ങനെ അവളാണെങ്കിൽ നല്ല അടി കൊടുക്കും. അടി കിട്ടിയാൽ എന്താ പാവം, കിട്ടുന്ന ഇതിൽ അങ്ങ് മാറിയിരിക്കും. എന്നിട്ട് അതേ സ്പീഡിൽ വീണ്ടും തിരിച്ചു വരും. അങ്ങനെ അവൾ സ്കൂളിൽ പോകാൻ ഇറങ്ങി. അവൾക്ക് ഇന്ന് എക്സ്ട്രാ ക്ലാസ് ഉണ്ട് സാറ്റർഡേ. പക്ഷെ അവൾ ഇവനെ മൈൻഡ് ചെയ്തേ ഇല്ല കേട്ടോ. ഇങ്ങനെ അവൾ അവൻ്റെ മുമ്പിൽ നിന്ന് അങ്ങ് മാറിക്കഴിഞ്ഞപ്പം, അവൻ്റെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞപ്പം ഓടിപ്പോവാ കൂടെ. അപ്പം അവിടെ ഇവൻ വെളിയിലോട്ട് ചാടാതിരിക്കാൻ വേണ്ടി നമ്മളവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതില്ല എങ്കിൽ ഇവൻ നേരെ ഗേറ്റിൻ്റെ അടുത്ത് പോയി അവിടെ കൂടെ പോകുന്നവരെയൊക്കെ നോക്കി നമുക്ക് കുരയ്ക്കും. അതോ ആളിച്ചിരിയേ ഉള്ളെങ്കിലും സൗണ്ട് 1.5 സൗണ്ടാണ്. അങ്ങനെ വിഷമിച്ച് നിന്നപ്പോഴാണ് എൻ്റെ ബ്രദർ വന്നത്. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് ഇവൻ്റെ തുള്ളലാണ് കാണേണ്ടത്. ബ്രദർ ഇവനെ കുറേ നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ അത്ര മെനക്കെടുത്തൊന്നുമില്ല. ഇച്ചിരി കഴിയുമ്പോഴേക്കും ഞാൻ എഴുന്നേറ്റ് പോകും. ഇവൻ അവൻ്റെ കൂടെ ഓടുകയും ബോളൊക്കെ ഇട്ട് കൊടുത്ത് കുറേ നേരം അവനെ ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കും. ബബ്ലുവിന് അതുകൊണ്ട് അവനെ ഭയങ്കര കാര്യമാണ്. പിന്നെ അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ബബ്ലുവിന് ഞങ്ങളെ ആരെയും വേണ്ട. ബബ്ലുവിൻ്റെ കോഴിക്കാല് തീർന്നുകൊണ്ട് പപ്പ അത് മേടിക്കാൻ പോയതാ. കണ്ടോ, അവൻ്റെ സംഭവം എത്തിയെന്ന് അറിഞ്ഞപ്പം പിന്നെ അതിൻ്റെ പുറകെയായി.